മോനെ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാനാരെന്നറിയുമോ? അല്ലാഹുവിനെ ഭയമുള്ള ഒരു പെണ്ണിനെ കിട്ടുന്നവനാടാ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ. അല്ലാഹുവേ, അൽ മർഅത്തു സ്വാലിഹ, ഒരു സ്വാലിഹത്തായ ഒരു പെണ്ണിനെ ഭാര്യയായിട്ട് കിട്ടിയ ഭർത്താവാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ. അല്ലാതെ നീ ഉദ്ദേശിക്കുന്നത് പോലെ പണമുള്ളവനല്ല, പണമുള്ളവളല്ല, സൗന്ദര്യമുള്ളവളല്ല, വിദ്യാഭ്യാസം കൂടിയവളല്ല, അറിയപ്പെടുന്ന കുടുംബത്തിലെ പെണ്ണല്ല. അല്ലാഹുവിനെ ഭയമുള്ള ഒരു പെണ്ണിനെ വേണം വിവാഹം കഴിക്കാൻ. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത്, തുൻകഹുൽ മർഅതു ലിഅർബഇൻ, 4 കാര്യങ്ങൾ ഖുത്ബ സമയത്ത് ഉസ്താദ് ഖുത്ബ ഓതുമ്പോൾ പറയുമല്ലോ. മോനെ, സമ്പത്തല്ലടാ, സൗന്ദര്യമല്ലടാ, കുടുംബ മഹിമയല്ലടാ, ഫദ്ഫറു ബിദാത്തിദ്ദീൻ, ദീനുള്ള പെണ്ണിനെ വേഗം വിവാഹം കഴിക്കാൻ. എന്തേ പ്രയോജനമെന്നറിയുമോ? ദീനുള്ള പെണ്ണിനെ വിവാഹം കഴിക്കുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? മോനെ, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോൾ മഹദി ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ, അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നാര മകളുടെ വിവാഹം കഴിഞ്ഞു. അലിയാർ തങ്ങളാണ് ഫാത്തിമാനെ വിവാഹം കഴിച്ചത്. അങ്ങനെ വിവാഹം കഴിഞ്ഞ് രണ്ടുപേരും കൂടെ ആദിരാത്രിയിൽ മണിയറയ്ക്കകത്ത് പോവുകയാ. വിവാഹം കഴിഞ്ഞ് 1ാമത്തെ രാത്രിയിൽ രണ്ടുപേരും കൂടെ മണിയറയ്ക്കകത്തേക്ക് കടന്നു ചെന്നു. അലിയാർ തങ്ങൾ സന്തോഷവാനാണ്. കാരണം ഫാത്തിമയെ വല്ലാത്ത ഇഷ്ടമായിരുന്നു, ഫാത്തിമയോട് വല്ലാത്ത സ്നേഹമായിരുന്നു. ഫാത്തിമ ബീവി അലിയാർ തങ്ങൾ പ്രണയിച്ചാണ് വിവാഹം കഴിച്ചതെന്ന് പറയരുത്. എന്റെ ചെറുപ്പക്കാരോട് പറയുന്നു, വേണ്ടടാ മോനെ, പ്രണയ വിവാഹം വേണ്ടടാ മോനെ, അത് നല്ലതല്ലടാ. അതുകൊണ്ട് നിനക്കൊരിക്കലും സമാധാനമുണ്ടാകില്ല. അല്ലെങ്കിൽ പ്രണയിച്ച് വിവാഹം കഴിച്ചവരോട് നീ ചോദിച്ചു നോക്ക്, ഇന്ന് പ്രണയമൊന്നുമില്ലല്ലോ, എല്ലാം അഭിനയമാണല്ലോ, എല്ലാം പറ്റിക്കലാണല്ലോ. എന്റെ പ്രിയപ്പെട്ട യുവത്വത്തോട് ഞാൻ പറയുകയാ, അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നാരമകളുടെ വിവാഹം കഴിച്ചു. അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നാരമകളോട് സങ്കടത്തോടെ അലിയാർ തങ്ങൾ ചോദിക്കുമ്പോ ഫാത്തിമ പറഞ്ഞു, അലിയേ, നിങ്ങളെ കൊതിക്കാത്ത പെണ്ണുങ്ങളുണ്ടോ അലിയേ? പിന്നെ എന്തിനാ നീ കരയുന്നത്? ഫാത്തിമ എന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ വാപ്പ വളർത്തിയ മകള് പറഞ്ഞ മറുപടി എന്താ? അലിയേ, ഈ മണിയറക്കകത്ത്, ഈ റൂമിനകത്ത് കത്തിച്ച് വെച്ചിരുന്ന വിളക്ക് നിങ്ങൾ പെട്ടെന്ന് അണച്ചപ്പോ ഇതിനകത്ത് വല്ലാത്ത ഇരുട്ട് വന്നു, ഇതിനകത്ത് വല്ലാത്ത ഇരുട്ട് വന്നു. ഈ ഇരുട്ട് കണ്ടപ്പോ എനിക്ക് ഓർമ്മ വന്നത് എന്തെന്നറിയുമോ അലിയേ? ഇപ്പൊ നിങ്ങൾ എന്റെ കൂടെയുണ്ട്, എന്നാ എന്നെ കൊണ്ടുപോയി കബറിനകത്ത് ഇറക്കി വെച്ച് മണ്ണിട്ട് മൂടിയിട്ട് എല്ലാവരും പിരിഞ്ഞു പോകുന്ന രാത്രി ഉണ്ടല്ലോ, ആ രാത്രിയിൽ എന്ത് ഇരുട്ടായിരിക്കും അലിയേ? ഖബറിനകത്ത് വല്ലാത്ത ഇരുട്ടായിരിക്കുമല്ലോ. അത് ഓർമ്മ വന്നിട്ടാണ് കരയുന്നത്. അലിയാർ തങ്ങളെ ചോദിച്ചു, ഫാത്തിമ ഇവിടെ ഇരുന്നിട്ട് കരയുകയാണോ ഫാത്തിമ? ഇതാതിരാത്രിയാണ്, ഇത് നമ്മുടെ മണിയറയാണ്. ഈ മണിയറയ്ക്കകത്തിരുന്നിട്ട് ഖബറിനെ കുറിച്ച് പറയുകയാണോ? എന്തേ ഫാത്തിമ മണിയറയ്ക്കകത്തിരുന്ന് കരയുന്നത്? കരയല്ലേ ഫാത്തിമ. അലിയാർ തങ്ങൾ പറയുമ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞ മറുപടി എന്തെന്നറിയുവോ? അലിയേ, മണിയറ ദുനിയാവിലല്ല, മണിയറ ഒരുക്കേണ്ടത് ദുനിയാവിലല്ല. ഈ മേപ്പാടിയിൽ ഒരുമിച്ച് കൂടിയ ചെറുപ്പക്കാരോട് പറയുകയാ, എടാ, മണിയറ ഒരുക്കാൻ 5 നയാ പൈസ നീ ചെലവഴിക്കരുത്. എവിടെയാണ് മണിയറ ഒരുക്കേണ്ടതെന്നറിയുവോ? അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ.
മോനെ, ഒരാള് ഖബറിനകത്ത് രക്ഷപ്പെട്ടാൽ ബാക്കിയുള്ള സ്ഥലങ്ങൾ മുഴുവനും രക്ഷപ്പെടുമല്ലോ. ആരെങ്കിലും ഖബറിൽ പരാജയപ്പെട്ടാൽ ബാക്കിയുള്ള സ്ഥലങ്ങൾ മുഴുവനും പരാജയപ്പെടുമല്ലോ. മോനെ, എവിടെയാണ് മണിയറ ഒരുക്കേണ്ടത്? നിങ്ങളുടെയൊക്കെ ജനാസ ഖബറടക്കുന്ന പള്ളിപ്പറമ്പുണ്ടല്ലോ, ആ പള്ളിപ്പറമ്പിലെ ഖബറിനകത്താ. എല്ലാരും പറയാത്തല്ലോ, ഇതെന്റെ യൂട്യൂബ് ചാനലാണ്. നല്ല നല്ല വിഷയമാണ്. എല്ലാവരും വീഡിയോ പൂർത്തി നോക്കണം. നല്ല നല്ല വാദമാണ്. സിറാ കാസിമിൻ്റെ വാദമാണ്. എല്ലാ വാദമുണ്ട്. പിന്നെ എല്ലാവരും സപ്പോർട്ട് വേണം. പൂർത്തി നോക്കണം വീഡിയോത്തിന്. പിന്നെ നല്ല നല്ല വിഷയൻ്റെ വാദമാണ്. എല്ലാം പൂർത്തി നോക്കണം, ഷെയറാക്കണം, സപ്പോർട്ട് വേണം. എൻ്റെ വീഡിയോ കുറച്ച് വീഡിയോത്തിൻ്റെ ടൈം കംപ്ലീറ്റ് ആയിട്ടാണ്. പിന്നെ എല്ലാം ഇതും എല്ലാവരും പൂർത്തി വാദം നോക്കുന്നില്ല. നല്ല നല്ല ബിസിൻ്റെ വാദമാണ്. വേറെ എല്ലാവരും ഷെയർ ആക്കണം. സപ്പോർട്ട് മെയിൻ വേണ്ടത് നിങ്ങൾക്ക്. നല്ല നല്ല വാദമുണ്ടല്ലേ ആണ്. എല്ലാവരും സപ്പോർട്ട് വേണം. വേറെ എല്ലാവരും പിന്നെ ബെല്ലൈക്കൺ ഷെയർ ആക്കണം. അസ്സലാമു അലൈക്കും.